ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് പെറ്റ് ബോർഡാണ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്താണോ എളുപ്പത്തിന് കിട്ടുന്നത് അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ പിന്നെ കട്ടിയുള്ള ഈ കഷ്ണം കാർഡ്ബോർഡ് ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ അതെടുത്തിട്ടാണ് ചെയ്തത്. വേറെ നമുക്ക് കട്ടി കുറഞ്ഞതിൽ ചെയ്യാം, പക്ഷേ ഹോൾ ഇടുന്ന ടൈമിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല, കിട്ടത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കയ്യിൽ പിന്നെ ഇപ്പോൾ കട്ടിയുള്ള കാർഡ്ബോർഡ് ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം, നമുക്ക് വേണ്ടത്ര എടുത്താൽ മതി. എൻ്റെ കയ്യിലുള്ളത് കുഞ്ഞ് കാർഡ്ബോർഡാണ്. കുറച്ചുകൂടി വലിയ കാർഡ്ബോർഡാണ് നന്നായിട്ട് ഉണ്ടാവുമായിരുന്നു. പിന്നെ ഇല്ലാത്തത് കൊണ്ട് വേറെ കാർഡ്ബോർഡ് കിട്ടും, കട്ടിയുള്ളത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മോൻ്റെ ഒരു ആവശ്യത്തിന് സൂക്ഷിച്ച് വെച്ചത് കൊണ്ട് പിന്നെ അതങ്ങനെ കിടന്നതാണ്. ഇപ്പോൾ അത് പിന്നെ എനിക്ക് എൻ്റെ ആവശ്യത്തിനായിട്ട് എടുത്തു. ഇപ്പോൾ അവന് വേറെ എന്തെങ്കിലും നോക്കിയെടുക്കാമെന്ന് വെച്ച് കുറേ ആയി പെറ്റ് ബോർഡ് ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഓരോരോ കാരണത്താൽ ലേറ്റായി പോകുന്നതാണ്. പിന്നെ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനും കുറേ ലേറ്റായ അതിന്. അപ്പോൾ നമുക്കിനി ഗ്രിഡ് വരച്ചെടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടത്തിനനുസരിച്ച് വീതി കൂട്ടിയും കുറച്ചും വേണമെങ്കിൽ ഗ്രിഡ് ഇടാം. ഞാൻ പിന്നെ എൻ്റെ കയ്യിലുള്ള സ്കെയിലിൻ്റെ വീതിക്ക് അനുസരിച്ച് എളുപ്പമല്ലേ അങ്ങനെ ചെയ്യുമ്പോൾ, അളവെടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഏകദേശം നോക്കിയിട്ട് അങ്ങനെ വരക്കലാണ്. ഞാൻ പിന്നെ അളവൊന്നും എടുക്കാനൊന്നും നിന്നില്ല, സ്കെയിലിൻ്റെ വീതിക്കനുസരിച്ചിട്ട് അങ്ങനെ ചെയ്ത് ഫുള്ള് ഗ്രിഡ് വരച്ചെടുത്തായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഗ്രിഡെല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. കുറേ ടൈം എടുത്തിട്ടാണ് ഗ്രിഡ് വരച്ചത്. അത് പിന്നെ വീഡിയോ ലോങ് ആവണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി. ഇതിൻ്റെ ഈ ഭാഗം ഞാൻ വിചാരിച്ച് ഡാമേജ് ആകുമെന്ന്, പിന്നെ പേപ്പർ ഒട്ടിച്ചപ്പോൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഹോൾ ഇട്ട് തുടങ്ങാം. ഞാൻ പേപ്പർ ഒട്ടിക്കുന്നതിന് മുന്നേ ഹോൾ ഇടാനാണ് വിചാരിക്കുന്നത്. കാരണം പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ ചെയ്യാം, പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ലൈൻസ് ഇടുമ്പോൾ മായ്ച്ചാലും ചിലപ്പോൾ അതിൻ്റെ ഇതുണ്ടാവും. അപ്പോൾ വൃത്തികേടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുന്നേ ഗ്രിഡ് വരച്ചിട്ട് ഹോളിട്ട് കൊടുത്തത്. ആദ്യം വിചാരിച്ചത് ഇതേമാതിരി ഹോളിടാനായിരുന്നു. നമ്മൾ നോർമൽ വാങ്ങിക്കാൻ കിട്ടുന്ന പെറ്റ് ബോർഡ് ഉണ്ടല്ലോ, എനിക്ക് റൗണ്ടും കിട്ടുമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, ഞാൻ കണ്ടത് അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇടാൻ നോക്കിയപ്പോൾ അത് നടക്കില്ല, അത് കുറേ ബുദ്ധിമുട്ടായി. ഞാൻ ഒരെണ്ണം ഡെമോന് കട്ട് ചെയ്ത കാർഡ്ബോർഡിൽ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ളിങ്ങനെ ഡാമേജായി പോകുന്നുണ്ട്, നമ്മൾ വിചാരിച്ചത്ര അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ വീണ്ടും ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ട് ഹോൾ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ കയ്യിലുള്ളത് കോമ്പസാണ്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണോ ഉള്ളത് അതെടുത്തിട്ട് ചെയ്താൽ മതി. അങ്ങനെ പിന്നെ നമുക്കെല്ലാം കൂടി ഹോളിട്ടെടുക്കാം. ഓരോ ഗ്രിഡിൻ്റെയും ഞാൻ ചെയ്യുന്ന രീതിക്ക് നോക്കിയാൽ മതി. ഓരോ ഗ്രിഡിൻ്റെയും സെൻറ്റർ പോർഷൻ നോക്കിയിട്ട് അങ്ങനെ അതിൽ ഹോളിട്ടെടുത്താൽ മതി. ഇതെനിക്ക് തോന്നുന്നത് ഫോം ബോർഡ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്താൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. പിന്നെ നമുക്കിപ്പോൾ നമ്മുടെ ഇതിൽ അവൈലബിൾ കുറവാണ്, നമ്മളുള്ള സ്ഥലത്ത് ഫോം ബോർഡ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ കാർഡ്ബോർഡിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫോം ബോർഡ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ ഫോം ബോർഡിൽ ചെയ്താൽ മതി, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിൽ ഹോളിടാനും പറ്റും, അങ്ങനെ ഡാമേജ് ഒന്നും സംഭവിക്കത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മളെല്ലാം ഹോളിട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ പേപ്പർ ഒട്ടിച്ചിട്ട് വീണ്ടും ഹോളിടുമ്പോൾ കുറച്ച് ടൈം അവിടെ നമുക്ക് പോയി കിട്ടും. എന്നാലും സാരമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്താൽ മതി. എനിക്ക് അങ്ങനെ വീണ്ടും ഹോളിടുന്നതിലൊരു ഇത് തോന്നിയില്ല, അതാണ് നല്ലതെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ 2 വട്ടം ഹോളിട്ടിട്ട് ബോർഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിനി ഞാനിപ്പോൾ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്ത് ഗ്ലൂ ആണോ ഉള്ളത് അത് വെച്ചിട്ട് യൂസ് ചെയ്താൽ മതി. ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യാണ്ട് നോക്കിയാൽ നന്നായിരിക്കും. പിന്നെ വേണമെങ്കിൽ ബാക്ക് സൈഡിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഗ്ലൂ ഗണ്ണ് അങ്ങോട്ടിങ്ങോട്ടല്ലേ നമ്മൾ കൊടുക്കുന്നുള്ളൂ, അപ്പോൾ അത്ര വൃത്തിക്ക് കിട്ടലില്ല. അപ്പോൾ ഫെവിക്കോൾ ആകുമ്പോൾ ഫുൾ സ്പ്രെഡ് ചെയ്തിട്ട് ഒട്ടിച്ചാൽ മതി. പിന്നെ ഇപ്പോൾ നമ്മൾ എങ്ങനെ പേപ്പർ ഒട്ടിച്ചാലും കുറച്ചിങ്ങനെ പൊങ്ങിക്കിടക്കും, താഴ്ന്നു കിടക്കും, അങ്ങനെ ഉണ്ടാവും. എന്നാലും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് സ്പ്രെഡ് ചെയ്തിട്ടാണ് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ വൈറ്റ് അല്ലാണ്ട് വേറെ കളറ് പെറ്റ് ബോർഡൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ വൈറ്റിൻ്റെ ഭംഗി ഇല്ലാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതുകൊണ്ടാണ് വേറെ ചാർട്ട് പേപ്പർ എടുക്കാഞ്ഞത്. നമുക്കിപ്പോൾ നമ്മൾ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് ചാർട്ട് പേപ്പർ യൂസ് ചെയ്താലും മതിയല്ലോ. നമുക്ക് ഏത് കളറാണ് വേണമെന്നുള്ളത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. പക്ഷേ വൈറ്റ് പെറ്റ് ബോർഡിൻ്റെ ഭംഗി ഒന്നിനും കിട്ടുന്നില്ലെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് പെറ്റ് ബോർഡ് ഉണ്ടാക്കുന്നത്. നമ്മൾ എങ്ങനെയൊക്കെ ഗ്ലൂ തേച്ചാലും ഇങ്ങനെ ഉണ്ടാവും, ചെറുതായിട്ട് പേപ്പർ പൊങ്ങിക്കിടക്കും, താഴ്ന്ന് കിടക്കും, അങ്ങനെ ഉണ്ടാവും.
അത് നേരെയാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടേബിൾ മേലെ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഓരോരോ ഇത് പരീക്ഷിച്ച് നോക്കൽ, അങ്ങനെ ചെയ്താൽ ശരിയാവുമോ എന്നങ്ങനെ. ബാക്ക് സൈഡ് ഞാൻ പിന്നെ സെല്ലോ ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കാൻ വിചാരിക്കുന്നത്. കാരണം അത് എളുപ്പമായിരിക്കും. പിന്നെ വീണ്ടും ഫെവിക്കോൾ തേച്ച് അങ്ങനെ ഒട്ടിക്കാൻ നിൽക്കണ്ടല്ലോ, എളുപ്പത്തിന് ചെയ്യുന്നതാണെല്ലാം. പിന്നെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, എനിക്കുള്ളതാണോ നിങ്ങൾക്ക് അതേമാതിരി ആണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്കല്ലേ കുഴപ്പമില്ല, അത് പ്രശ്നമില്ല, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി വരലുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത്ര പെർഫെക്ഷനിൽ നമുക്ക് ചെയ്യുന്ന കാര്യം ചെയ്യാൻ പറ്റണില്ല. പലപ്പോഴും ഞാൻ വിചാരിച്ചു നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യാം, നമുക്കായാലും എന്താ നമ്മുടെ ഇതല്ലേ പെർഫെക്റ്റായിട്ട് ചെയ്യേണ്ടേ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ചെയ്ത് തുടങ്ങുമ്പോൾ അതില്ല, അത് കുഴപ്പമില്ല, എൻ്റേതല്ലേ എന്ന് വിചാരിച്ച് വീണ്ടും അത് അങ്ങനെ ചെയ്യല. പക്ഷെ അപ്പോൾ നമുക്കിനി എല്ലാ സൈഡും നന്നായിട്ട് സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും ഹോളിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ആ ഓൾറെഡി ഹോളിട്ടതുകൊണ്ട് കൈ വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ഹോളുണ്ടെന്ന്. അപ്പോൾ അതിൽ വീണ്ടും ഒന്ന് നമ്മൾ ഹോളിട്ട് കൊടുത്താൽ മതി. സംഭവം എളുപ്പത്തിൽ കഴിയും. ഇങ്ങനെ പേപ്പറിൻ്റെ മുകളിൽ കൂടെ ഹോളിടുന്നത്, ഓൾറെഡി ഇട്ട ഹോള് നമ്മൾ ജസ്റ്റ് പേപ്പറല്ലേ ഹോളിടുന്നത്, അതുകൊണ്ട് വേഗം കഴിയും. കൂടുതൽ ടൈമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പെഗ് ബോർഡ് നമ്മൾ മൊത്തത്തിൽ ഹോളിട്ട് വെച്ചിട്ടുണ്ട്.